കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു സ്വാലിഹത്തായ പെണ്ണിന്റെ 4 അടയാളങ്ങൾ. ഈ 4 അടയാളങ്ങളുള്ള പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ പെണ്ണിന് അല്ലാഹു നാളെ കൊടുക്കുന്ന പദവി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളോട് പറയും ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന. സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടത്തിൽ 8 വാതിലിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള പെർമിഷൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുക്കുന്നത്. ഓർമ്മിച്ചു നോക്കണം, നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക്, സഹോദരിമാർക്ക്, മകൾക്ക് ഈ 4 ഗുണങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നല്ല പർദ്ദയും നല്ല മഫ്തയും ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്വാലിഹത്താവൂല. നമ്മൾ വിചാരിച്ചു വെച്ചേക്കണം അങ്ങനെയാ അല്ലേ? പർദ്ദയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം എന്താ, ഇന്ന് പർദ്ദ മേടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരെ ടൈറ്റ് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ലൂസിലും കിട്ടും. ഇനി തലയിലിടുന്ന തട്ടത്തിന്റെ കാര്യമാണെങ്കിൽ പറയേം വേണ്ട. കാരണം എന്താ, മയ്യത്തിന് തുണിയുന്ന ആ തുണി, പൊതിയുന്ന തുണി മുഴുവനും ഉണ്ടാകും ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു മിസൈൽ പോലെ പൊക്കി ഒരു വെപ്പുണ്ട്, റോക്കറ്റ് പോലെ. ഈ അടുത്ത സമയത്ത് ഞാൻ മദ്രസയിൽ ക്ലാസ് എടുത്തുകൊണ്ട് വന്നപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ തലയെല്ലാം ഇവിടെ ഈ മിസൈൽ പോലെ ഇവിടെ ഈ പരത്തി വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കും. ഞാനിത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഒന്ന് പിടിച്ച് പിതുക്കി നോക്കിയപ്പോൾ പിതുങ്ങുന്നുണ്ട്. അപ്പൊ മുടിയല്ല സംഭവം. ഞാനങ്ങനെ കുട്ടികളോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉസ്താദേ അത് ക്ലിപ്പിട്ട് വെച്ചേക്കാം. സാധാരണ നമ്മൾ ഓരോരുത്തരെ ക്ലിപ്പ് ഇടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ മുടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിപ്പിട്ട് വയ്ക്കുന്ന ആദ്യമായിട്ട് എന്താ ക്ലിപ്പ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടികളെല്ലാം അത് ഊരാൻ പറഞ്ഞപ്പോ ക്ലിപ്പ് എടുത്ത് ഊരി കാണിച്ചു. ആ ക്ലിപ്പിന്റെ കാര്യമൊന്നും പറയണ്ട, സാധാ ക്ലിപ്പല്ല, പിന്നെയോ അതിൽ ഏകദേശം തുണിക്കടയിലെ മുഴുവൻ തുണി കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ക്ലിപ്പുകളാണ്. അതിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മുടിയെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മിസൈൽ പോലെ റോക്കറ്റ് പോലെ ഇങ്ങനെ ആക്കി പൊക്കി വെച്ചേക്കും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, അങ്ങനെയുള്ള ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടി വെച്ച് കെട്ടി നടക്കുന്ന പെണ്ണുകൾ മുഴുവനും നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് നരകത്തിലേക്ക് നടന്നെടുക്കുന്നത് പെങ്ങളെ? എന്തിനാണ് നരകത്തിന്റെ വിറകുകളായി, തീ കനൽ കട്ടകളായി നമ്മൾ മാറുന്നത്? എന്തിനാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 4 അടയാളങ്ങളുള്ള പെണ്ണ്, ഈ 4 അടയാളങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ട് എങ്കിൽ ആ പെണ്ണ് തീർച്ചയായും സ്വാലിഹത്ത് എന്നുള്ള പദവിയാണ് ആ പെണ്ണിന് അല്ലാഹു കൊടുക്കുന്നത്. ആ പെണ്ണിന് 8 കവാടത്തിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും, വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പെർമിഷൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുക്കുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ 4 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 വഖ്ത് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ നമസ്കരിക്കണം പെങ്ങളെ. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ നമസ്കാരം നമ്മൾ മാറ്റിവെക്കുകയല്ലേ, നഷ്ടപ്പെടുത്തുകയല്ലേ? സ്വാലിഹത്ത് എന്നുള്ള പദവിയിൽ നിന്ന് നീ ഔട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ 2ാമത്തെ പദവിയെ കുറിച്ച് പറഞ്ഞു തരികയാണ്. വസാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, ആ റമളാൻ മാസം നോമ്പ് നോൽക്കുന്ന പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിനോട് നമ്മളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സുമായിട്ട് ദുആ കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തുൽ ഖുർആൻ
വസായിരിൽ അമാലി സ്വാലിഹാതി മഅ സിഹ്ഹതി വൽ ആഫിയതി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. ആ വിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കാൻ, നിന്ന് നമസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദാനധർമ്മങ്ങൾ കൊടുക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം നീ തരണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കുകയാണ്. അതുകൊണ്ട് എന്റെ പെങ്ങളെ, വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ ആ റമളാനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ പദവി എന്തെന്നറിയുവോ? വഹഫിലത്ത് ഫർജഹാ, സ്ഥാനം സൂക്ഷിക്കുന്ന പെണ്ണ്. ആ പെണ്ണ് സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നങ്ങനെയാണോ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന സമയത്ത് ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് കാമുകന്റെ മൊബൈൽ വിളിച്ചിട്ട് സൊറ പറയുന്ന പെണ്ണ്, നീ ഒരിക്കലും സ്വാലിഹത്തല്ല, സ്വാലിഹത്ത് എന്നുള്ള പദവിയിൽ നിന്ന് നീ ഔട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് പാതിരാത്രി സമയത്ത് വാട്സപ്പ് എടുക്കുകയാണ്, വീഡിയോ കോൾ ചെയ്യുകയാണ് കാമുകന്മാരെ. ഒരേ സമയത്ത് പല കാമുകന്മാർക്കും തന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. ഒരിക്കലും സാലിഹത്ത് എന്നുള്ള പദവി അല്ലാഹു നിനക്ക് തരുന്നതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിനക്ക് തരുന്നത് നരകമാണ്, നരകമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നാലാമത്തെ പദവി എന്തെന്നറിയുവോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, വതഅത്ത് സൗജഹാ, ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണുണ്ടല്ലോ, ഭർത്താവിനെ അംഗീകരിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ ഭർത്താവ് പറയുന്നത് പോലെ അനുസരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാര് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഭർത്താവ് മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപാടൊന്നും ആ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യണ്ട, ഭർത്താവിന് അനുസരിക്കണ്ട. 7 ദിവസം ആ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു കഴിഞ്ഞാൽ, ആ ഭർത്താവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി 7 ദിവസം നീ മരിക്കുന്നതിന് മുമ്പ് 7 ദിവസമാണ് ഖിദ്മത്ത് ചെയ്തത് എങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന പദവി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, അഗ്ലഖല്ലാഹു അൻഹാ സബ്അത അബ്വാബിൻ നാർ, നരകത്തിന് 7 കവാടങ്ങളുണ്ട്, ആ 7 വാതിലുകളും നിന്റെ മേൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. രണ്ടാമതോ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, ആ 8 കവാടങ്ങളും നിനക്ക് വേണ്ടി അള്ളാഹു തുറന്നു തരികയാണ്. മൂന്നാമത് അള്ളാഹു നൽകുന്നതോ, ആ 8 വാതിലിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ടിക്കറ്റ് അള്ളാഹു തരുന്നതാണ്. 7 ദിവസം ഖിദ്മത്ത് ചെയ്ത ഭാര്യമാർക്ക് അള്ളാഹു കൊടുക്കുന്നതാ. അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് 20, 25, 30 വർഷമായിട്ട് ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ അംഗീകരിക്കുന്ന, ഭർത്താവിനെ വഴിപ്പെടുന്ന ഭാര്യമാർക്ക് അള്ളാഹു നൽകുന്നത് എത്രയോ വലിയ പ്രതിഫലങ്ങളാണ്. അള്ളാഹു പരിപൂർണമായിട്ടും സ്വാലിഹത്ത് എന്നുള്ള പദവി ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, മകൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ അനുഗ്രഹമോ, ഒന്നാമത്തെ അനുഗ്രഹം ആയുസ്, നമ്മുടെ ആരോഗ്യമാണെങ്കിൽ, രണ്ടാമത്തെ അനുഗ്രഹം അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ, മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളായ മക്കളാണ്. സ്വാലിഹീങ്ങളായ മക്കളാണ്. നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായി മാറണം. എങ്കിൽ മാത്രമേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരികയുള്ളൂ. ഇതങ്ങനെയാണോ? ഇന്ന് മക്കളുടെ വിഷയത്തിൽ എത്രയോ പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്.
മക്കൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരികെ വരുന്നത്, ഏത് പാതിരാത്രി സമയമാ വരുന്നത്, വീട്ടിൽ വരൂ അതേ വരില്ലേ എന്നറിയാത്ത എത്രയോ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. പക്ഷേ ഒരു പ്രിയപ്പെട്ട മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളായ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്, വിചാരണ ചെയ്യുന്നതാണ്, വെറുതെ വിടില്ല. നാളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരുപാട് നമ്മളെ നമസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ഒരുപാട് സ്വതക്കുകൾ ചെയ്തിട്ടുണ്ട്, മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഖബർസ്ഥാനിന് വേണ്ടി, മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി ഒരുപാട് കൊടുത്തവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളെ പരലോകത്ത് നിങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തതിന്റെ പേരിൽ ഹജ്ജ് ചെയ്തവളാണ്, ഉംറ ചെയ്തവളാണ്, നമസ്കരിച്ചവളാണ്, തഹജ്ജുദ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമസ്കരിച്ചവളാ. ഇതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിനക്ക് സ്വർഗം തരുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നീ അതാ കാലെടുത്ത് വെക്കുകയാണ്. ആ സമയത്താണ് നിന്റെ പെൺമക്കളതാ കടന്നു വന്നിട്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചവരേ, ഞാനിങ്ങനെ നമസ്കരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുവോ? തലമറയ്ക്കാതെ, ഔറത്ത് മറയ്ക്കാതെ, ഇറുകി പിടിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ചേറ്റുവയിലൂടെ നടന്നു പോയതിന്റെ കാരണം എന്തെന്നറിയുവോ? ഒരുപാട് മോശത്തരങ്ങളുമായിട്ട്, ഹറാമിയത്തുകളുമായിട്ട് ജീവിച്ചതിന്റെ കാരണം എന്തെന്നറിയുവോ? അതെന്റെ ഉമ്മയാണ് റബ്ബേ. എന്റെ ഉമ്മ എന്നെ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കില്, എന്നെ മദ്രസയിൽ വിട്ടൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കില്, എനിക്ക് ചെറിയൊരു ഉപദേശം ഒന്ന് നൽകിയിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറുമായിരുന്നു റബ്ബേ. ദീൻപരമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമായിരുന്നു റബ്ബേ. ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്റെ ഉമ്മയാണ് അല്ലാ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതിന്റെ നേർ പകുതി ശിക്ഷ എന്റെ ഉമ്മാക്ക് നീ കൊടുക്കണേ റബ്ബേ എന്നീ പ്രിയപ്പെട്ട പെൺമക്കളെ കടന്നു വന്നിട്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ആൺമക്കളുണ്ടല്ലോ, നമസ്കരിക്കാത്ത, തലമറയ്ക്കാത്ത പ്രിയപ്പെട്ട ആൺമക്കളുണ്ടല്ലോ, അല്ലാഹുവിനെ അനുസരിക്കാത്ത, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്ത ആൺമക്കളുണ്ടല്ലോ, തോന്നിയതുപോലെ നടക്കുന്ന ആൺമക്കളുണ്ടല്ലോ, കള്ളിനും കഞ്ചാവിനും പെണ്ണിനും അഡിക്റ്റായിട്ട് ജീവിച്ച് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൺമക്കളുണ്ടല്ലോ. ഈ ആൺമക്കൾ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എന്റെ ഉപ്പമാരെ, പരിശുദ്ധമായ റമളാൻ മാസം മുഴുവനും പള്ളിയിലെ ഇഅ്തികാഫിരുന്നവനാണ്, വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഖത്തം ചെയ്തവനാ. ഇതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വർഗം തരികയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുകയാണ്. ആ സമയത്താണ് ഈ ആൺമക്കള് കടന്നു വന്നിട്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചവരേ, ഞാൻ കള്ളിനും പെണ്ണിനും മയക്കുമരുന്നിനും അഡിക്റ്റായിട്ട് ജീവിച്ച് എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള കാരണം എന്റെ ഉപ്പയാണ് റബ്ബേ, എന്റെ വാപ്പയാണ് അല്ലാ. എന്റെ ഉപ്പ എന്നെ ഉപദേശിച്ചിരുന്നെങ്കില്, മദ്രസയിൽ വിട്ടൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കില്, ഒരിക്കലും ഞാൻ ദലാലത്തിന്റെ പടുകുടിയിലേക്ക് ചെന്നുപെടില്ലായിരുന്നു റബ്ബേ. അതുകൊണ്ട് ഇതിന്റെ കാരണക്കാരൻ എന്റെ ഉപ്പയാണ് അല്ലാ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതിന്റെ നേർപകുതി ശിക്ഷ എന്റെ ഉപ്പാക്ക് നീ കൊടുക്കണേ റബ്ബേ എന്നീ പ്രിയപ്പെട്ട ആൺമക്കള് കടന്നു വന്നിട്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉത്തരവാദിത്തമുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മക്കളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പരലോകത്ത് നമ്മോട് വിചാരണ ചെയ്യുന്നതാണ്. നമ്മള് മരണപ്പെട്ട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മളെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ആരുടെ മണ്ണാകുന്ന മണ്ണറയിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ചു കൊടുത്ത മക്കളുണ്ടല്ലോ, ആത്മീയത നമ്മൾ പഠിപ്പിച്ചില്ലല്ലോ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ, ദീനിന്റെ നിയമങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട മക്കളതാ പരലോകത്ത് നിങ്ങളതാ ഖബർസ്ഥാനിൽ കിടന്നുറങ്ങുകയാണ്, മണ്ണറയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആൺമക്കൾ കടന്നു വരികയാണ്.
പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു വരും. പക്ഷേ ജുമാ നമസ്കാരം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഈ ആൺമക്കൾ നിന്റെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ എന്നൊരു സലാം പറയാൻ പോലും അവർക്ക് സമയം കാണില്ല. കാരണം എന്താ? ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകെയല്ലേ നിന്റെ പ്രിയപ്പെട്ട ആൺമക്കളെ പറഞ്ഞു വിട്ടത്. നിന്റെ പെൺമക്കൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിനക്കൊരു ഫാത്തിഹ ഓതി ഒന്ന് ദുആ ചെയ്യില്ല, യാസീൻ ഓതി ഒന്ന് ദുആ ചെയ്യില്ല. കാരണം എന്തെന്നറിയോ? ഈ മക്കളൊക്കെ നിന്നെ മറക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസം നീ പഠിപ്പിച്ചത് കൊണ്ടാ. അതുകൊണ്ടല്ലേ തലവ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്, ഭൗതിക വിദ്യാ വാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കൊടോ. ഭൗതിക വിദ്യാഭ്യാസം കൊള്ളാം, പക്ഷെ ആത്മീയ വിദ്യാഭ്യാസമാണ് ആ ഭൗതിക വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത് എന്ന് തഴവ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഭൗതികം പഠിപ്പിച്ച പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആത്മീയത കൂടി പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ മക്കള് പരലോകത്ത് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. മക്കൾ ഇന്ന് വഴിപിഴച്ച് പോകുന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൊബൈലിന്റെ ഉപയോഗം, രണ്ടാമത് കൂട്ടുകെട്ട. കാരണം എന്താ? മക്കളുടെ മൊബൈൽ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ മക്കളുടെ മൊബൈൽ വാങ്ങിയിട്ട് അതിന്റെ കോഡ് പോലും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരില്ല. അതിന്റെ കോഡ് ഒന്ന് മൊബൈലൊന്ന് ആ ലോക്കൊന്ന് അഴിച്ചിട്ട് നിങ്ങൾ മൊബൈലൊന്ന് പരിശോധിച്ച് നോക്കണം. ഇന്നെന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. കാരണം എന്താ? ഇന്ന് ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും അവർ ഡിലീറ്റ് ചെയ്യും അല്ലേ? ഇന്ന് നോക്കാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, മാസത്തിൽ ഒരു ദിവസമെങ്കിലും മക്കളുടെ മൊബൈൽ വാങ്ങിയിട്ട് ഈ മക്കളുടെ മൊബൈൽ വാങ്ങി ആ ലോക്കൊന്ന് അഴിച്ചിട്ട് ആ മൊബൈലിൽ എന്തൊക്കെയാണ് സംഭവം, വാട്സപ്പിൽ എന്തൊക്കെയാണ്, ആരൊക്കെ ആയിട്ടാ ബന്ധമുള്ളത് എന്നൊന്ന് പരിശോധിച്ചു നോക്കണം. ഇല്ല എങ്കിൽ പെൺമക്കളുടെയൊക്കെ വിഷയത്തില് ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ പുറങ്കാലുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് സർവ്വനുഗ്രഹങ്ങളും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി പോകുമ്പോ അപ്പോഴാണ് നമ്മളുടെ മക്കളുടെ തനി ഗുണം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. പിന്നെയോ നമ്മൾ ഇപ്പോഴും തന്നെ നമ്മുടെ മക്കളുടെ മൊബൈല് വല്ലപ്പോഴൊക്കെ പരിശോധിച്ചു നോക്കണം. അതുപോലെ തന്നെ കൂട്ടുകെട്ട്, മക്കളുടെ കൂട്ടുകെട്ട് ശരിയായില്ല എങ്കിൽ മക്കൾ ളലാലത്തിന്റെ പടുകുഴിയിലേക്ക് ചെന്ന് പെട്ടുപോകും. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം എന്ന് പറയുന്നത് അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. കാരണം എന്താ? അത്തർ കച്ചവടക്കാരിൽ നിന്ന് നല്ല അത്തർ വാങ്ങാൻ ലഭിക്കും. അതല്ല എങ്കിൽ ഇനി വാങ്ങണ്ട, അത്തർ വാങ്ങാൻ താല്പര്യമില്ല, പൈസ ഇല്ല എന്ന് വെച്ചോ, അവന്റെ ചാരത്തുനിന്ന് ചെന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഗന്ധം അനുഭവിക്കാൻ കഴിയും, നല്ല വാസനയാണ്. ഇതാണ് നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം. ഇത് മനസ്സിലാക്കിയിട്ട് നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരുമ്പോ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രയോഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു വല്ലാത്തൊരു പ്രയോഗമാണിത്. കാരണം ഇനി ഇത് മനസ്സിലാക്കിയിട്ട് ഞാനിത് പറയുമ്പോ നിങ്ങൾ ഇനി നല്ല കൂട്ടുകാരൻ അത്തർ കച്ചവടക്കാരനാ, ഇനി നമ്മുടെ മക്കളെയൊക്കെ അത്തർ കച്ചവടക്കാരനോടൊപ്പം കൊണ്ടുചെന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അത്തർ കച്ചവടക്കാരനോടൊപ്പം വിടണം എന്നല്ല പറയുന്നത്. പിന്നെയോ അതൊരു പ്രയോഗമാണ്. നമസ്കാരമുള്ള, ഖുർആനുമായിട്ട് ബന്ധമുള്ള, ദീനുമായിട്ട് ബന്ധമുള്ള അപ്പൊ അതൊരു പ്രയോഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനുമായിട്ട് ബന്ധമുള്ള സൽസ്വഭാവിയായ ഒരാളെ കൂട്ടുകാരനായിട്ട് നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നല്ലതായി തീരും.
അതേസമയം മോശമായ കൂട്ടുകാരന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ആലയിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ പോലെയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? അവന്റെ ചാരത്ത് ചെന്നിരുന്ന് കഴിഞ്ഞാൽ തീപ്പൊരി പാറി വീണിട്ട് അവന്റെ വസ്ത്രത്തെ കരിച്ചു കളയും, നശിപ്പിച്ചു കളയും. ഇതുപോലെയാണ് മോശമായ കൂട്ടുകാരന്റെ ഉദാഹരണം. മോശമായ സ്വഭാവമുള്ളവനോടൊപ്പം കൂട്ടുകൂടി കഴിഞ്ഞാൽ ആ സ്വഭാവ ഗുണങ്ങൾ മുഴുവനും, ആ ദുർഗുണങ്ങൾ മുഴുവനും ഇവരിലും ഉണ്ടായിത്തീരും. അതുകൊണ്ട് മക്കൾ വഴിപിഴച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഒരു 6 കൂട്ടുകാരെ കുറിച്ച് നമ്മോട് ഉണർത്തുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ആ 6 കൂട്ടുകാരെ ഞാനും നിങ്ങളും നമ്മുടെ മക്കളും കൂട്ടുകാരായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകൂല, ഒരിക്കലും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ 6 കൂട്ടുകാർ, വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ 6 കൂട്ടുകാരെ നമ്മള് നമ്മുടെ കൂട്ടുകാരാക്കി, നമ്മുടെ മക്കളുടെ കൂട്ടുകാരാക്കി തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 കൂട്ടുകാരെ കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വാല് നിർത്തുകയാണ്. നാളെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ഇരിക്കേണ്ടവരാണ്. നേരത്തെ തന്നെ വാല് തുടങ്ങുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് 7:30 മണിക്ക് തന്നെ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഉദ്ഘാടനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്, തുടക്ക ദിവസം ആയതുകൊണ്ടാണ് സമയം ഒന്ന് താമസിച്ചത്. നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 7:30 മണിക്ക് തന്നെ തുടങ്ങും. നിങ്ങൾ എല്ലാവരും നേരത്തെ വരണം. അതുപോലെ തന്നെ ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരൊക്കെ മുമ്പത്തെ പോലെയൊന്നുമല്ല, ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചവരുണ്ട്. അവരൊക്കെ ഇന്ന് ഖബറിൽ കിടന്നുറങ്ങുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ അവരുടെ സ്വർഗ്ഗത്തിന്റെ ദറജകൾ അല്ലാഹു ഉയർത്തി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ഹിസാബില്ലാതെ അദാബില്ലാതെ പറവകളെ പോലെ പാറി പറന്ന് സ്വർഗ്ഗത്തിലേക്ക് പറന്നു ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് തന്നെ ഇതിന്റെ സംഘാടകരെയൊക്കെ നിങ്ങൾ സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്ക ദിവസമായിട്ടുണ്ട്, ഒരു പിരിവോ ചോദ്യമോ ഒന്നുമില്ല. പക്ഷെ നാളെ നിങ്ങൾ കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് സഹായിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്ക ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് ഇതിന്റെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നമുക്കൊരൊറ്റ നിയ്യത്ത് മാത്രം. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. എത്രയോ പ്രിയപ്പെട്ട രോഗികൾ. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പ്രിയപ്പെട്ട സഹോദരിയെ കാണുന്നതിന് വേണ്ടി പോയി. ആ സഹോദരിയെ കീമോ ചെയ്ത് വീട്ടിൽ കിടത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ കണ്ടപ്പോൾ ആ സഹോദരിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, തളർന്ന മരുന്നിന്റെ എഫക്റ്റിൽ വല്ലാതെ കിടക്കുകയാണ്. ആ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. 2 മക്കളാണ്. എപ്പോഴും അവർ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുവേ എന്റെ മക്കളെ നീ അനാഥ മക്കളാക്കല്ല റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് പല സന്ദർഭങ്ങളിൽ കേൾക്കാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്, നമ്മളൊക്കെ സമ്പാദിക്കുന്നത്, നമ്മളെല്ലാവരും പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ, നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ഭർത്താവിനും ഭാര്യയ്ക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ആർക്കും അല്ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം നീ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒറ്റ ദുആ പ്രിയപ്പെട്ടവരെ, ആരും അഹങ്കരിക്കണ്ട. കാരണം എന്താ, മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് 100 അല്ലെങ്കിൽ 1000 ഒരാൾക്കായിരുന്നു ക്യാൻസർ. പക്ഷെ ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാ. കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുകയാ. വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അതിനു മുമ്പ് സദഖത്തു റദ്ദുൽ ബല, നമ്മൾ കൊടുക്കുന്നതായ സദഖയുണ്ടല്ലോ, ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, ആ സദഖ മുഴുവൻ ബലാ മുസീബത്തുകളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയൊക്കെ അല്ലാഹു തട്ടിമാറ്റി തരുന്നതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്ക്, ഒന്ന് കാണട്ടെ. എല്ലാവരും ഉണ്ടാന്ന് നോക്കട്ടെ. ഒന്ന് കൈ ഉയർത്തി ഇൻഷാ അല്ലാഹ്. ഒന്ന് ഉയർത്തി. ആ ഉയർത്തിയ കൈ നേരെ പോക്കറ്റിലോട്ടൊന്ന് ഇട്ടാണ്. ആ ഉയർത്തിയ കൈ താത്തിടരുത്, ഒന്ന് നേരെ പോക്കറ്റിൽ പോട്ടെ. പോക്കറ്റിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളേന്ന് കിട്ടുന്നത് എത്രയാണോ ആ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത്, 50, 100 നോക്കണ്ട, 500 എത്രയാവട്ടെ ഇൻഷാ അല്ലാഹ് പോക്കറ്റിലോട്ടിടുക. ബിസ്മില്ലാഹ്.
കാര്യമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കുക. ഇതിന് പ്രതിഫലം ഇൻഷാ അല്ലാഹ് പരലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നതാണ്. ദുനിയാവിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബക്കറ്റുമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ സംഘാടകർ ഒരു കവർ തരും. ഇൻഷാ അല്ലാഹ് ആ കവർ മേടിച്ചിട്ട് നാളെ നിങ്ങൾ വരുമ്പോ നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, ഒരിക്കലും ഇവിടെ നടക്കുന്ന ദുആയുണ്ടല്ലോ അതിനെ നിങ്ങൾക്ക് തള്ളി പറയാൻ പാടില്ല. ഒരിക്കലും അതിനെ തള്ളി പറയാൻ പാടില്ല. കാരണം സ്വാലിഹീങ്ങൾ എത്രയോ പേര് ആമീൻ പറയുന്നുണ്ട്. നല്ല ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോ, തങ്ങന്മാരൊക്കെ ദുആ ചെയ്യുമ്പോ അതിനൊക്കെ ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ആ കവറിന് പുറത്ത് എഴുതിയിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് സംഘാടകരെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. എല്ലാവരും കവർ വാങ്ങിയിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് വാഴ് നല്ലതുപോലെ പറയാനുള്ള ഒരു മൂഡിലൊന്നുമല്ല, എങ്കിലും ഇൻഷാ അല്ലാഹ് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് അല്ലാഹു തന്ന ഉള്ള ആഫിയത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളായ മക്കളാണ്. ഈ മക്കള് വഴിതെറ്റി പോകുന്നതിന്റെ പ്രധാന കാരണം കൂട്ടുകെട്ടും മൊബൈലുമാണ്. അതുപോലെ തന്നെ 6 കൂട്ടുകാർ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന 6 കൂട്ടുകാരെ നമ്മളെ കൂട്ടുകാരാക്കി സ്നേഹിതന്മാരാക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകൂല, നമ്മുടെ മക്കളും ഒരിക്കലും വഴിതെറ്റി പോകില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ കൂട്ടുകാരനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിനെ നിങ്ങൾ ഒന്നാമത്തെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കണേ. അല്ലാഹുവിനെ നിങ്ങളെ സ്നേഹിതനാക്കി തിരഞ്ഞെടുക്കണേ. അല്ലാഹുവിനെ കൂട്ടുകാരനാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സ്നേഹിതനാക്കി കഴിഞ്ഞാൽ ഒരിക്കലും വഴിതെറ്റി പോകില്ല, ഇബ്ലീസിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും പിഴച്ചു പോകില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിനെ ദുനിയാവിൽ കൂട്ടുകാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ദുനിയാവിൽ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിനെ ദുനിയാവിൽ കൂട്ടുകാരുണ്ടായിരുന്നു. അല്ലാഹുവിനെ നമ്മളെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കണേ. നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലേക്ക് ആദ്യമായിട്ട് ഒന്നാമതായിട്ട് പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കി കൊണ്ടുവരണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിച്ച് സഹാബത്തിനോട് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ച് ആവർത്തിച്ച് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് അവിടെ നിന്ന് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് മനില്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാ, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വഹുവ റബ്ബുൽ അർശി, അവൻ അർശിന്റെ ഉടമസ്ഥനാണ്, അർശിന്റെ തമ്പുരാനാണ്. ആ സമയത്താണ് സഹാബത്ത് ചോദിക്കുന്നത്, നബിയേ ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് എവിടെയാണ് നബിയേ? ആ സമയത്ത് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്,
ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ കൽബുണ്ടല്ലോ, ആ കൽബാണവന്റെ ഹൃദയമാണ്. അല്ലാഹുവിന്റെ അർശിന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അർശാണ്. ആ അർശിലാണ്, ആ ഹൃദയത്തിലാണ് പടച്ച റബ്ബിന് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കൂട്ടുകാരനാക്കി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പടച്ചവനെയാ. നമ്മുടെ ഹൃദയത്തിലാ പടച്ച റബ്ബിന് സ്ഥാനം കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയുവോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. ആദരവായ പ്രവാചകനെ രണ്ടാമത്തെ കൂട്ടുകാരനാക്കി നമ്മൾ തിരഞ്ഞെടുക്കണേ. ഈ മനസ്സിന്റെ മനോമുഖരത്തിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന താരരാജാക്കന്മാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഹോളിവുഡിന്റെയും ബോളിവുഡിന്റെയും താരരാജാക്കന്മാരെ വലിച്ചെറിയ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, സെന്റി സീരിയലിന്റെ നടീനടന്മാരെ വലിച്ചെറിഞ്ഞിട്ട് ഈ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമാകുന്ന മനോമുഖരത്തിലേക്ക് ആദരവായ പ്രവാചകനെ കൊണ്ടുവാ പെങ്ങളെ. ഈ പ്രവാചകനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരടേ സഹോദരിമാരെ. സഹാബത്തൊക്കെ അങ്ങനെയല്ലേ? അല്ലാണ്ട് റസൂലിനെ അവർ സ്നേഹിച്ചിരുന്നത് അങ്ങനെയാ. ഒരു സമയം പോലും അല്ലാണ്ട് റസൂലിന്റെ ചാരത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത സഹാബത്ത്, എപ്പോഴും അല്ലാണ്ട് റസൂലിനെ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ സഹാബത്ത്, അല്ലാണ്ട് റസൂലിന് ശറഫാക്കപ്പെട്ട ആ തിരുമുഖമുണ്ടല്ലോ, ആ തിരുസന്നിധിയിലൊന്ന് ചെന്ന് ചേരണമെന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ സഹാബത്ത്, അല്ലാണ്ട് റസൂലിനോടൊപ്പം ഒരു നിഴൽ പോലെ സഞ്ചരിച്ചിരുന്ന പ്രിയപ്പെട്ട സഹാബത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊരു പ്രിയപ്പെട്ട സഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഒരു വിഭാഗം ആളുകൾ ഒരു പരാതിയുമായിട്ട് കടന്നു വരികയാണ്. എന്താണ് അവരുടെ പരാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ ദൈവം, അവരുടെ പ്രതിമ, ആ പ്രതിമയുടെ മൂക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നുകൊണ്ട് പറയുകയാ, നിങ്ങളുടെ അനുയായികളായ മുസ്ലിമീങ്ങൾ ഛേദിച്ചു കളഞ്ഞിരിക്കുകയാ, മുറിച്ചു കളഞ്ഞിരിക്കുകയാ. അതിന് പരിഹാരം കാണണമെന്നുള്ള ഒരു കത്തുമായിട്ടാണ്, പരാതിയുമായിട്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ആ വിഭാഗം ആളുകൾ കടന്നു വന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം, ഒരിക്കലും തന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ താൻ അറിയാതെ ഒരിക്കലും ഇത് ചെയ്യില്ല, ഒരിക്കലും അവർക്ക് അതിന് കഴിയില്ല എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാമെങ്കിലും പരസ്യമായിട്ട് അവരോട് തന്റെ അനുയായികൾ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പക്ഷാപാതം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റപ്പെടുത്തും, പഴി പറയും. അതുകൊണ്ട് തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ആ പരാതിയുമായിട്ട് വന്ന വിഭാഗം ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നല്ല സ്വർണത്താലുള്ള വിലപിടിപ്പുള്ള ഒരു മൂക്ക് തന്നെ ഞാൻ പണിഞ്ഞു തരാം. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, അത് നമ്മുടെ ദൈവത്തെ കളിയാക്കലാണ്, പരിഹസിക്കലാണ്, അതിനൊരിക്കലും നമ്മൾ അനുവദിക്കില്ല. ആ സമയത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ആ പ്രതിമയുടെ സ്ഥാനത്ത് നല്ല വിലപിടിപ്പുള്ള ഒരു പ്രതിമയെ തന്നെ ഞാൻ പണിഞ്ഞു തരാം. ആ സമയത്താണ് ആ വിഭാഗം ആളുകൾ അവിടെ നിന്ന് പറയുകയാണ്, അതിന് നമുക്ക് സമ്മതമല്ല. നിങ്ങളുടെ നേതാവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടുപോയിട്ടുണ്ട്. ആ പ്രവാചകനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ ആ പ്രവാചകന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനാണെന്ന് കേട്ടുപോയിട്ടുണ്ട്. ആ പ്രവാചകന്റെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആ പ്രവാചകന്റെ പേരുണ്ടല്ലോ മുഹമ്മദ്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, ഇത് തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരെഴുതി പ്രതിമയുടെ മുകളിൽ പേരെഴുതി വെക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. എന്നിട്ട് ആ പ്രതിമയെ തച്ച് തകർക്കാൻ
അതിനെ വെട്ടിഞ്ഞുറുക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറയുമ്പോ വല്ലാത്ത പ്രവാചക സ്നേഹിയായ പ്രവാചക പ്രേമിയായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആ വിഭാഗം ആളുകളോട് പറഞ്ഞത് എന്തെന്നറിയുമോ? എനിക്ക് ആഫിയത്തുള്ളിടത്തോളം കാലം, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എന്റെ പ്രവാചകന്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയെ തച്ചു തകർക്കാൻ, അതിനെ വെട്ടി നശിപ്പിക്കാൻ ഞാൻ അനുവാദം തരുന്നതല്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജീവനുള്ള ശരീരത്തെ തന്നെ ഞാൻ വെട്ടിഞ്ഞുറുക്കാൻ വിട്ടുതരുന്നതാണ്, നിങ്ങൾക്ക് കീറി മുറിക്കാൻ വിട്ടുതരുന്നതാണ്. ആ വിഭാഗം ആളുകൾ അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഒരാളെ വിട്ടു തന്നാൽ പോരെ, പിന്നെയോ നല്ല ആരോഗ്യത്തിനുടകാത്രനായ നിങ്ങളെ പോലത്തെ പ്രമുഖനായ നേതാവായ പ്രവാചക സ്നേഹിയായ ഒരാളെ തന്നെ ഞങ്ങൾക്ക് വെട്ടിഞ്ഞുറുക്കാൻ, ഞങ്ങൾക്ക് കീറിമുറിക്കാൻ വിട്ടുതരണമെന്ന് പറയുമ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ എന്നെ തന്നെ നിങ്ങൾക്ക് ഞാൻ വെട്ടിമുറിക്കാൻ കീറിമുറിക്കാൻ വിട്ടുതരുന്നതാണ്. ഒരു ദിവസം നിശ്ചയിക്കുകയാണ്. അന്നത്തെ ദിവസം അതിരാവിലെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് കുളിച്ച് ഭംഗിയായി ശുദ്ധിയായി വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് വിനയത്തോടുകൂടി ആ വിഭാഗം ആളുകളുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാണ്, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ദീനിനെ കുറിച്ച് പറഞ്ഞു തന്ന, നിന്നെ കുറിച്ച് പറഞ്ഞു തന്ന, നിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു തന്ന നമ്മുടെ നേതാവായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ മോചനം കൊടുക്കണേ അല്ലാഹ് എന്ന് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാണ്. അടിപതറാത്ത ഈമാനുമായിട്ട് ആ വിഭാഗം ആളുകളുടെ പരാതിയുമായിട്ട് വന്ന ആളുകളുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് നിൽക്കുകയാ. അതിൽ നിന്ന് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല മൂർച്ചയുള്ള ഒരു വാളുമായിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടിമുറിക്കാൻ, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കീറിമുറിക്കാൻ കടന്നു വരികയാണ്. ആ സമയത്താണ് മദീനയുടെ റൗള ഷരീഫിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് അടിപതറാത്ത ഈമാനുമായിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നത് കണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനതാ വാള് വലിച്ചെറിഞ്ഞുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത്രയും വലിയ ഈമാൻ എവിടെ നിന്നാ ലഭിച്ചത്? പ്രവാചക പ്രേമമാണല്ലോ നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ പറഞ്ഞുകൊണ്ട് ആ പ്രവാചക പ്രേമിയായി ഇന്ന് മുതൽ മാറുകയാണ്, ഇസ്ലാമിന്റെ അനുയായിയായി മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോയെങ്കിൽ ചരിത്രം പറഞ്ഞു തരികയാ. ഒരാള് മാത്രമല്ല, ആ പരാതിയുമായിട്ട് വന്ന വിഭാഗം ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ പ്രവാചകൻ ആരുടെ മുമ്പിലും ചവിട്ടിത്തേക്കാൻ വിട്ടുകൊടുക്കല്ലേ, പ്രവാചകനെ കളിയാക്കാൻ വിട്ടുകൊടുക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് സ്നേഹിച്ചതുപോലെ, സഹാബത്ത് പ്രേമിച്ചതുപോലെ ലോകത്തിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണേ. ആ പ്രവാചകനെ നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അല്ലാഹുവാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം നമുക്ക് അതിന്റെ പേരിൽ ഞാൻ ചുരുക്കി നിങ്ങളോട് പറഞ്ഞു തരികയാ. മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അമ്പിയാക്കളാണ്, ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരെ പേര് പറഞ്ഞു കഴിഞ്ഞാല് അത് ശിർക്കാണെന്ന പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ, അല്ലാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞവരാണ്.
അവരെ നമ്മൾ മാതൃകയാക്കി കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ മാതൃകയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകില്ല, ഒരിക്കലും നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് സിദ്ദീഖീങ്ങളാണ്. സിദ്ദീഖീങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, സഹാബി കന്നുജൂം ഇൻഖതദൈത മെഹ്തദൈത, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ആ സഹാബത്തിന് നിങ്ങൾ ആരെങ്കിലും അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സന്മാർഗികളായി എന്ന് ലോകത്തിന്റെ ഹബീബ് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അവരൊക്കെ സിദ്ദീഖീങ്ങളാണ്, സഹാബത്തൊക്കെ സിദ്ദീഖീങ്ങളാണ്. അവരെ നമ്മൾ മാതൃകയാക്കണം. അഞ്ചാമത്തെ കൂട്ടുകാരെന്ന് പറയുന്ന ശുഹദാക്കളാണ്. ദീനിന്റെ രണാങ്കണത്തിലേക്ക്, ശത്രുക്കൾക്കിടയിലേക്ക് വന്നിട്ട് ദീനിനു വേണ്ടി അടരാടി ഷഹീദായി രക്തസാക്ഷിത്വം വഹിച്ച ആ ശുഹദാക്കൾ, അവരെ നമ്മൾ മാതൃകയാക്കണം. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ. ആറാമത്തെ കൂട്ടുകാരെന്ന് പറയുന്നത് സ്വാലിഹീങ്ങളാണ്. നമസ്കാരമുള്ള, വിശുദ്ധമായ ഖുർആൻ പാരായണമുള്ള, ദീനുമായിട്ട് ബന്ധമുള്ള, പ്രവാചക സ്നേഹമുള്ള ആ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങളെ നമ്മൾ മാതൃകയാക്കണം, കൂട്ടുകാരാക്കി സ്വീകരിക്കണം. വഹസ്ന ഉലൈക റഫീഖ. ഈ 6 വിഭാഗം കൂട്ടുകാരാണ് ഏറ്റവും മെച്ചമായ കൂട്ടുകാരെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, ഈ 6 കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളും വഴിതെറ്റൂല, നമ്മുടെ മക്കളും വഴിപിഴച്ചു പോകില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ദീനിൽ തന്നെ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കാനും മാതൃകയാക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണ്. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 4ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമ്പത്ത് തന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു നാളെ പരലോകത്ത് അല്ലാഹു വിചാരണ ചെയ്യുന്നതാ. എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു. ഇത് പരീക്ഷണം. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ സമ്പത്ത് മക്കളും സമ്പത്തും പരീക്ഷണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അംവാലുക്കും ഔലാദുക്കും ഫിത്ന, ഇത് പരീക്ഷണമാണ്. മക്കളും സമ്പത്തും പരീക്ഷണമാണ്. നാളെ പരലോകത്ത് ഓരോരുത്തരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു. 2 ചോദ്യങ്ങളാ. സ്പഷ്ടമായ വ്യക്തമായ മറുപടി പറയാതെ ഒരു സ്റ്റെപ്പ് പോലും, കാലം നനക്കാൻ പോലും കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തിന്റെ വിഷയത്തിൽ 4 വിഭാഗം ആളുകളുണ്ട്. 2 വിഭാഗം ആളുകൾ സ്വർഗത്തിലാണ്, 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? റജുലുൻ ആതാഹുല്ലാഹു മാലാഹാ വഇൽമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അനുഗ്രഹമായ സമ്പത്ത് കൊടുത്തു, പവിത്രമായ വിജ്ഞാനവും കൊടുത്തു. ഇൽമുള്ള കാരണത്താൽ ആ മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ പടച്ചവനേ, നീ എനിക്ക് സമ്പത്ത് തന്നല്ല അല്ലാ, ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, പാവങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയാണ്, രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്, എത്രയോ പ്രിയപ്പെട്ട പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാ, അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, മദ്രസയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാ, പള്ളി വെക്കുന്നതിന് വേണ്ടിയാ. ഇത് മനസ്സിലാക്കിയിട്ടാ പ്രിയപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആലിമായ മനുഷ്യൻ ഇവിടെ നിന്ന് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്, പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാ, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്, അനാഥ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുകയാ, പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുകയാ, മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയൊക്കെ കൊടുക്കുകയാണ്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാ. ഇതിന്റെ കാരണത്താൽ പടച്ച റബ്ബ് നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ അല്ലാഹു സ്വർഗം കൊടുക്കുകയാ, സ്വർഗം കൊടുക്കുകയാണ്. 2ാമത്തെ വിഭാഗം സമ്പത്തിന്റെ വിഷയത്തില് 2ാമതൊരു വിഭാഗവും സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, റജുലുൻ ആതാഹുല്ലാഹു ഇൽമാ വലാ മാലാ. അനുഗ്രഹമായ
അനുഗ്രഹമായ സമ്പത്ത് അല്ലാഹു ആ മനുഷ്യന് കൊടുത്തില്ല, പക്ഷേ പവിത്രമായ വിജ്ഞാനം അവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽമുള്ള കാരണത്താൽ അവനവിടെ നിന്ന് ചിന്തിക്കുന്നു, റബ്ബേ ഈ ആലിമായ മനുഷ്യന് നീ സമ്പത്ത് കൊടുത്തപ്പോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവന് ചെലവഴിച്ചവനാണ്. എനിക്ക് നീ സമ്പത്ത് തന്നിരുന്നെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു റബ്ബേ എന്നവൻ ചിന്തിക്കുകയാണ്. ഇത് നല്ല ഉദ്ദേശമാണ്, നല്ല ചിന്തയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവനും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? റജുലുൻ ആതാഹുല്ലാഹു മാലാ വലാ ഇൽമാ. പവിത്രമായ ഇൽമു കൊടുത്തില്ല, പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹമായ സമ്പത്ത് കൊടുക്കുകയാണ്. ഇൽമില്ലാത്ത കാരണത്താൽ അവന്റെ സമ്പത്ത് മുഴുവൻ ഹറാമിയത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അവനറിയില്ല ഇതെങ്ങനെയാ ചെലവഴിക്കേണ്ടത്, ഇതേത് മാർഗത്തിലാ കൊടുക്കേണ്ടതെന്നറിയില്ല. ഇതിന്റെ കാരണത്താൽ പരലോകത്തവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇവൻ മട്ടപൂജ്യമാണ്. ഇവനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ രണ്ടാമതൊരു വിഭാഗവും നരകത്തിലാണ്. ആ വിഭാഗം മനുഷ്യന്, ആ വിഭാഗം ആളുകൾക്ക് അല്ലാഹു സമ്പത്തും കൊടുത്തില്ല, അല്ലാഹുവിന്റെ വിജ്ഞാനവും കൊടുത്തില്ല. സമ്പത്തും കൊടുത്തില്ല, വിജ്ഞാനവും കൊടുത്തില്ല. വിജ്ഞാനമില്ലാത്തതിന്റെ കാരണത്താൽ അവൻ അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാഹുവേ നീ എനിക്ക് സമ്പത്ത് തന്നിരുന്നെങ്കിലേ ഈ ഇൽമില്ലാത്ത സമ്പന്നനായ മനുഷ്യൻ അടിച്ച് പൊളിച്ച് സുഖിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കുമായിരുന്നു റബ്ബേ ചിന്തിക്കുകയാ. ഇത് മോശമായ ചിന്തയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തിന്റെ വിഷയത്തിൽ ഗൗരവമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. കാരണം എത്രയോ സഹാബത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സമ്പത്ത് കൊടുത്തില്ല, പക്ഷേ അവരുള്ള സമയം ഈ സമ്പത്ത് ഫിത്നയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ചു. പക്ഷേ ഒന്ന് രണ്ട് സഹാബത്തൊക്കെ അല്ലാഹു സമ്പത്ത് കൊടുത്തു, അവർക്ക് ഒരുപാട് കൊടുത്തു. പക്ഷേ അവർ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ അവസാനം അഹങ്കരിച്ചു പോയപ്പോൾ, ധിക്കാരികളായി മാറിയപ്പോൾ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി അവരെ ദുനിയാവിനെ നശിപ്പിച്ചു, പരലോകത്ത് നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം 10 മണിയായി, 10:15 നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നാളെ പ്രിയപ്പെട്ട നമ്മുടെ കേരളക്കരയിലും പുറത്തുമായിട്ട് അറിയപ്പെട്ട പ്രഭാഷകൻ പ്രിയ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് നേരത്തെ തന്നെ പ്രഭാഷണത്തിന് വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പോലെ ഒഴിഞ്ഞ കസേരകളുമായിട്ട് നിങ്ങൾ ആ ഉസ്താദിനെ വരവേൽക്കരുത്. കാരണം ഒരു സദസ്സിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു ഉസ്താദ് പ്രഭാഷണത്തിന് വരുമ്പോൾ 10 പേരാ, ഒരുപാട് പേരൊന്നും വേണ്ട, 10 പേരാ. പക്ഷെ ആ 10 പേര് ഏറ്റവും മുൻപിലുള്ള കസേരകളിൽ വന്നിരിക്കുമ്പോൾ പ്രഭാഷണം നടത്താൻ വരുന്ന ഉസ്താദിന് നല്ല ഉഷാറാവും, അതുപോലെ തന്നെ സംഘാടകർക്ക് നല്ല ഉഷാറാവും, അതുപോലെ നമുക്കും കേൾക്കുന്ന നമുക്കും നല്ല ഉഷാറാവും. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു തരും. അൽഹംദുലില്ലാഹ് സദസ്സൊക്കെ നല്ല ഭംഗിയാണ്. നാളെ ഇതിനേക്കാൾ ഭംഗിയാക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വിനീതമായി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിനീതന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഈ 1.5 മണിക്കൂർ തന്നെ ഇവിടെ നിന്നുകൊണ്ട് വാഴ്ന്നു പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും ദുആയും ആമീനിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള ഭാഗ്യം തന്നു. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടുകൂടി ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്.